ഏഴുനേരം പ്രാർത്ഥിക്കുന്ന പഴയ നിയമ പാരമ്പര്യം തന്നെയാണ് ആദിമസഭയും പിന്തുടർന്നത്. ദൈവസ്തുതികൾ ആലപിച്ച് ദിനരാത്രങ്ങൾ പവിത്രമാക്കുന്ന ഈ പൗരാണിക ക്രൈസ്തവ പാരമ്പര്യമാണ് യാമശുശ്രൂഷകളായി സഭയിൽ നിലനിൽക്കുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തോട് ദൈവം ചെയ്ത ഉടമ്പടിയാണ് അവരുടെ പ്രാർത്ഥനാനുഭവത്തിൻ്റെ അടിസ്ഥാനം. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമാകുന്നു എന്നതാണ് ആ ഉടമ്പടി. ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന അവബോധവും ദൈവം അവരുടെ സ്വന്തമെന്ന അറിവും ഉടമ്പടിയിൽ ആഴപ്പെടുവാൻ അവരെ സഹായിച്ചു. കർത്താവിനോടുകൂടെ സദാ ആയിരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ തങ്ങളെ സൃഷ്ടിച്ചതിനും അത്ഭുതകരമായി പരിപാലിക്കുന്നതിനും ദൈവത്തിന് ബലികളും കാഴ്ചകളും സമർപ്പിച്ചു പോന്നു. ദൈവമായ കർത്താവ് സൃഷ്ടിച്ചതും തിരഞ്ഞെടുത്തതും പരിപാലിച്ച് നയിച്ചതുമായ ജനമാണ് ഇസ്രായേൽ. തൻ്റെ വാത്സല്യഭാജനങ്ങളായ ഇസ്രായേൽ ജനത്തിന് നിരന്തരം തൻ്റെ വചനങ്ങൾ പ്രവാചകന്മാരിലൂടെ ദൈവം അറിയിച്ചുകൊണ്ടിരുന്നു. ദൈവവുമായുള്ള ഉടമ്പടി നിരന്തരം ഓർമ്മിക്കുവാനും ഉടമ്പടി ബന്ധത്തിൽ തുടരുവാനും പ്രത്യേക പ്രാർത്ഥനാ സ്ഥലങ്ങളും പ്രത്യേക പ്രാർത്ഥനാ സമയങ്ങളും അവർ കണ്ടെത്തി. ബലിയർപ്പണത്തിലൂടെയും ധൂപാർപ്പണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ് ഉടമ്പടി ബന്ധം സംരക്ഷിക്കപ്പെടുകയും ഉറപ്പിക്കപ്പെടുകയും ചെയ്തത്. ഇസ്രായേൽ ജനത്തിന് 3 പ്രാർത്ഥനാ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നാമത്തേത് ഓർശലേം ദൈവാലയമായിരുന്നു. ഈ ആലയത്തിൽ സന്ധ്യയ്ക്കും പ്രഭാതത്തിലും ബലിയർപ്പണവും ധൂപാർപ്പണവും നടന്നിരുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥനാ സ്ഥലമായിരുന്നു സിനഗോഗ്. ദൈവാലയം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും അനേകം സിനഗോഗുകൾ ഉണ്ടായിരുന്നു. ബലിയർപ്പണവും ധൂപാർപ്പണവും ദൈവാലയത്തിൽ നടന്നപ്പോൾ ജനങ്ങൾ ഒരുമിച്ചുകൂടി വിശുദ്ധ ഗ്രന്ഥപാരായണവും പ്രബോധനവും നടത്തിയിരുന്നത് സിനഗോഗുകളിലാണ്. സിനഗോഗിൽ സാബത്ത് ദിവസങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് പുറമെ ഉപവാസ ദിവസങ്ങളായ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിലും പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇസ്രായേലിലെ ഭവനങ്ങളും പ്രാർത്ഥനാകേന്ദ്രങ്ങളായിരുന്നു. പ്രഭാതത്തിലും സായാഹ്നത്തിലും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഭക്ഷണവേളകളിൽ അവർ പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. പ്രകൃതിയിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ആഹാരത്തെ ഓർത്ത് അവർ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചിരുന്നു. യഹൂദ കുടുംബങ്ങളിൽ വളരെ പ്രാധാന്യത്തോടെ ആചരിച്ചിരുന്നതാണ് പെസഹ. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും ഉറങ്ങുവാൻ പോകുമ്പോഴും അവർ പ്രാർത്ഥിച്ചിരുന്നതായി നിയമാവർത്തന പുസ്തകത്തിൽ കാണാം. പ്രാർത്ഥിക്കാൻ പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടായിരുന്നതുപോലെ പ്രത്യേക സമയങ്ങളും യഹൂദർക്ക് നിശ്ചയിക്കപ്പെട്ടിരുന്നു. പ്രഭാതവും സായാഹ്നവും ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയുടെ നിർണായക സമയങ്ങളായിരുന്നു. പ്രഭാതം രക്ഷയുടെയും പ്രതീക്ഷയുടെയും സമയമാണെങ്കിൽ സായാഹ്നം ദൈവപരിപാലനയുടെയും ദൈവകാരുണ്യത്തിൻ്റെയും സമയമായി അവർ കണക്കാക്കി. യൂദിത്തും എസ്രായും ദാനിയേലും പ്രഭാത സായാഹ്ന ബലികളുടെ സമയത്തും രാത്രിയിലും പ്രാർത്ഥിക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാം. പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും കർത്താവിൻ്റെ ഉടമ്പടി വചനങ്ങൾ ഓർത്ത് ദൈവജനം ദൈവത്തെ സ്തുതിച്ചിരുന്നു. പാതിരാവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ഉണരുന്ന ഭക്തനെയും ദിവസത്തിൽ 7 പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കുന്ന തീക്ഷ്ണതയുള്ള യഹൂദനെയും സങ്കീർത്തനങ്ങളിൽ കാണാം. ഓർശലേം ദൈവാലയത്തിലെ ബലിയർപ്പണത്തിലും ധൂപാർപ്പണത്തിലും എല്ലാ യഹൂദരും ആത്മനായെങ്കിലും പങ്കുകൊള്ളുവാൻ ശ്രമിച്ചിരുന്നു. ഇസ്രായേലിലെ എല്ലാ ഭവനങ്ങൾക്കും ഓർശലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ ഉണ്ടായിരുന്നു. നിശ്ചയിക്കപ്പെട്ട പ്രാർത്ഥനാ സമയങ്ങളിൽ ഈ തുറന്നു കിടക്കുന്ന ജാലകങ്ങളിലൂടെ ഓർശലേമിലേക്ക് നോക്കി ഇസ്രായേൽ ജനം പ്രാർത്ഥിച്ചിരുന്നു. ഓർശലേം ദൈവാലയം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ ജനം, കർത്താവെ, എൻ്റെ ഈ പ്രാർത്ഥന എൻ്റെ സായാഹ്ന ബലിയായി സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഭക്തനായ യഹൂദൻ ദിവസത്തിൽ 7 പ്രാവശ്യം പ്രാർത്ഥിച്ചിരുന്നു. 7 എന്ന സംഖ്യ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. 7 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ദിവസം മുഴുവൻ ദൈവസാന്നിധ്യത്തിൽ ജീവിച്ചിരുന്നു എന്നാണ് അർത്ഥമാക്കേണ്ടത്. ദൈവവുമായി ആത്മബന്ധം പുലർത്തുവാനുള്ള അടങ്ങാത്ത ദാഹവും ഉടമ്പടി ബന്ധത്തോടുള്ള സ്നേഹവുമാണ് പഴയ നിയമത്തിലെ 7 നേര പ്രാർത്ഥനകളുടെ ഉത്ഭവ കാരണം. അതിനായി പ്രത്യേക പ്രാർത്ഥനാ സ്ഥലങ്ങളും സമയങ്ങളും ഇസ്രായേൽ ജനത്തിന് നിശ്ചയിച്ചു കിട്ടി. ആദിമ നസ്രാണികളും ഇസ്രായേലിൻ്റെ 7 നേര പ്രാർത്ഥനാക്രമം തുടർന്നു. പള്ളികളും ഭവനങ്ങളും നസ്രാണികളുടെ
പ്രധാന പ്രാർത്ഥനാ സ്ഥലങ്ങളായിരുന്നു. അങ്ങനെ പഴയ നിയമത്തിൽ യഹൂദജനത്തിന് സ്വന്തമായിരുന്ന 7 നേര പ്രാർത്ഥനാക്രമം 7 യാമ ശുശ്രൂഷകളായി സഭയിലേക്ക് കടന്നു വന്നു.